അപ്പോൾ എല്ലാവർക്കും റിഡക്റ്റീവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരിക്കൽ കൂടി രാജേഷാണുള്ളത്. അപ്പോൾ രാജേഷ്, ഇന്ന് നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എന്റെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും. അത് റിഡക്റ്റ് ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ മേ ബി കുറെ കാലങ്ങളായിട്ട് സാമൂഹിക വിഷയങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഫിലോസഫി എന്നുള്ളത് ഒരു ഡൊമൈനിൽ നിന്നും കുറച്ച് മാറിയിട്ട് സാമൂഹിക വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഓരോന്നായിട്ട് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട. എന്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്റെ കയ്യിലുണ്ട് എന്നാണ് എന്റെ വാദം. അതൊരു ഒറ്റമൂലിയാണ്. എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഈ ചൊറി, ചിരങ്ങ്, കഷണ്ടി അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി മരുത്തുക എന്ന് പറയുന്ന പോലെ എന്റെ കയ്യിലൊരു കിടിലൻ സിൽവർ ബുള്ളറ്റ്. അതെ, എന്റെ കയ്യിലൊരു പ്രതിവിധിയുണ്ട്. അതൊരു ഒറ്റമൂലിയാണ്. ആ ഒറ്റമൂലി ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പ്രതീക്ഷ ഒരു സാമൂഹിക പ്രശ്നം പറയാം. ഞാൻ എന്റെ ഒറ്റമൂലി വെച്ചത് എങ്ങനെയാണ് പരിഹരിക്കുന്നത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ സംസാരിച്ചല്ലോ, ഇപ്പോൾ സയൻസിൽ നടക്കുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജെൻഡർ ബയസ് ഇൻ സയൻസ്. അപ്പോൾ അതൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഈ ഒറ്റമൂലി കൊണ്ട് പരിഹരിക്കാൻ പറ്റുക? ഓക്കെ. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ ഈ ഒറ്റമൂലി എന്താണെന്ന് വെച്ചാൽ അത് ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസം അഥവാ സ്വതന്ത്ര വിപണി. അതാണ് എന്റെ കയ്യിലുള്ള ഒറ്റമൂലി. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. പരിഹാരം ഉണ്ടെന്നും പേടിക്കണ്ട. അതെങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പോ നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സയന്റിഫിക് ഡൊമൈനിലുണ്ട്. സ്ത്രീകൾക്ക് അവസരങ്ങൾ സ്റ്റെം ഫീൽഡുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവസരം കിട്ടിയാലും റിസർച്ച് എപ്പോഴും ഒരു സ്ത്രീപക്ഷ റിസർച്ച് ആവണമെന്നില്ല. പലപ്പോഴും അതിന്റെ ഫണ്ടിങ് ഒക്കെ പോകുന്ന മറ്റൊരു രീതിയിലാവാം. അപ്പോ എന്തുകൊണ്ട് ഡൈവേഴ്സിറ്റി നല്ലതാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ പ്രാതിനിധ്യം അവരെ എടുക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണല്ലോ. അതാണല്ലോ ഉള്ളൊരു പ്രശ്നം. ഓക്കെ, ആ പ്രശ്നത്തിന് ഫ്രീ മാർക്കറ്റ് ഒരു പരിഹാരമാണ്. എന്താന്ന് വെച്ചാല്, സ്റ്റെം ഫീൽഡിൽ സ്ത്രീകൾ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞ ശമ്പളത്തിന് ജോലി, കാരണം സ്വതന്ത്ര വിപണി എപ്പോഴും മത്സരമാണ്, അപ്പോൾ കോമ്പറ്റീഷനാണ്. കുറഞ്ഞ ശമ്പളത്തിന് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം, പക്ഷെ നിങ്ങൾ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യാൻ തയ്യാറാവുന്നു. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യാൻ തയ്യാറാവുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യും. കാരണം കൂടുതൽ ശമ്പളം കൊടുത്ത ആണുങ്ങളെ വെക്കുന്നതിലും ലാഭം കുറഞ്ഞ ശമ്പളത്തിന് സ്ത്രീകളെ എടുക്കുന്നതാണല്ലോ. അപ്പൊ കുറഞ്ഞ ശമ്പളത്തിന് നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ പ്രാതിനിധ്യം കൂടും. എന്നിട്ട് അത് കഴിയുന്നില്ല, അവിടെ കൊണ്ട് കഴിയുന്നില്ല. നിങ്ങൾ കുറഞ്ഞ ശമ്പളത്തിന് കയറിയിട്ട് നിങ്ങൾ നന്നായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും സ്ത്രീകൾക്ക് നല്ല പെർഫോമൻസ് ഉണ്ട്. അപ്പോ കൂടുതൽ കോമ്പറ്റീഷൻ, സ്ത്രീകളെ കൂടുതൽ ഹയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആണുങ്ങളും, ഈ തഴഞ്ഞു പോകപ്പെട്ട ആണുങ്ങളും കോമ്പറ്റീറ്റീവ് ആകുന്നു. അങ്ങനെ ഒരു ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് മാർക്കറ്റ് അവിടെ ഒരു ഇക്വിലിബ്രിയം സൃഷ്ടിക്കുന്നു. അങ്ങനെ സ്ത്രീകൾക്ക് അവസരം കിട്ടുന്നു, എല്ലാവരും ഹാപ്പി, ഖുഷി. ഇതാണ് ഫ്രീ മാർക്കറ്റിന്റെ ഒറ്റമൂലി. അടിപൊളി. അല്ല, ഇപ്പം എൻ്റെ ഒരു സംശയം, അപ്പോൾ അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ഇതാ പോരെ, ശമ്പളം പോലും വാങ്ങണ്ടല്ലോ? അതെ, അത് മറ്റൊരു സാധ്യത. അപ്പൊ ഇത് ഈ ഒരു വിഷയത്തിലല്ല. നമ്മൾ എന്ത് സാമൂഹിക പ്രശ്നം, റേസിസം ആയിക്കോട്ടെ, റേസിസം ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്ക് അൺഎംപ്ലോയ്മെന്റ് പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മിനിമം വേജിലും താഴെ ജോലി ചെയ്യാൻ തയ്യാറാകൂ. പ്രശ്നം സോൾവ്. ഫ്രീ മാർക്കറ്റിന്റെ ഒരു കൺസെപ്റ്റ് ആണത്. മിൽട്ടൺ ഫ്രീഡ്മാൻ ഒക്കെ ആക്ച്വലി പറഞ്ഞതാണ്. നമുക്ക് ഈ ഫ്രീ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഇവർ പറഞ്ഞ ചില ആർഗ്യുമെന്റ്സ് നോക്കാം. ഫ്രീ മാർക്കറ്റ് ഫ്രീഡം തരുന്നു എന്നുള്ളതാണ് ഒരു ആർഗ്യുമെന്റ്. കാരണം വ്യക്തികളെ സ്വതന്ത്രരാക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രൈമറി സംഗതി. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം 1819 ബ്രിട്ടനിൽ ഒരു നിയമം പാസ്സാക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ചൈൽഡ് ലേബർ, 9 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കോട്ടൺ ഫാക്ടറികളിൽ ജോലിക്ക് വെക്കരുത്. ഇതായിരുന്നു നിയമം. ആ നിയമം വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഫ്രീ മാർക്കറ്റ് വാദികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായി? അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ ഫ്രീഡത്തിനെ തടയുന്നു, ഞങ്ങൾക്ക് കുട്ടികളെ ജോലിക്ക് ഹയർ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ഭയങ്കര മോശം നിയമമാണ് എന്നാണ് അവരുടെ വാദം. പക്ഷെ യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഫ്രീഡം, ഇൻഡിവിജ്വലിന്റെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഫ്രീഡം അതിനകത്ത് ഉൾപ്പെടുമല്ലോ. കുട്ടികളുടെ ഫ്രീഡം അവർ നോക്കുന്നില്ല. ചൈൽഡ് ലേബറിന്റെ കാര്യം വരുമ്പോൾ എല്ലാ ഫ്രീ മാർക്കറ്റ് വാദികളും കുട്ടികൾക്ക് 15 വയസ്സ് മുതൽ ജോലി ചെയ്യാം, അല്ലെ 10 വയസ്സ് മുതൽ ജോലി ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള വാദങ്ങളാണ് അവർ മുമ്പോട്ടേക്ക് വെക്കുന്നത്. ഇന്നത്തെ ഫ്രീ മാർക്കറ്റ് വാദികൾ കുറച്ചും കൂടി അത് ഡൈല്യൂട്ട് ചെയ്തെന്ന് മാത്രം. പക്ഷെ അവര് ചൈൽഡ് ലേബർ ഒക്കെ, കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് ജോലി ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം അവരെ എക്വിപ്പ് ചെയ്യും എന്നുള്ള രീതി. പക്ഷെ അത് ചീപ്പ് ലേബർ കിട്ടാനുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ്. അതുപോലെ തന്നെ ഈ പല ഫ്രീ മാർക്കറ്റ് വാദികളും സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്, ഈ സ്റ്റാലിൻ ചെയ്തത് നോക്കൂ. സോഷ്യലിസത്തിനെ കുറിച്ച് പറയുമ്പോൾ അവര് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. സ്റ്റാലിന്റെ കളക്ടിവൈസേഷൻ പോളിസീസ് USSRല്
ഫാമിൻ ഉണ്ടാക്കി. അത് ഒരു സത്യമായ കാര്യമാണ്. യുക്രൈനിലൊക്കെ ഹോളോഡോമോർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. കളക്ടിവൈസേഷൻ വളരെ തെറ്റായ രീതിയിൽ വളരെ ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്റ്റാലിൻ ശ്രമിച്ചു. അതിന്റെ ഫലമായി ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് 1933 ഹോളോഡോമോർ സംഭവിച്ചത്. പക്ഷെ ഇത് പറയുന്ന ആൾക്കാർ ഒരിക്കലും പറയാത്തൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാല് സൗത്ത് ഇന്ത്യയിൽ ഒരു ഫാമിൻ നടന്നിട്ടുണ്ട് 1876 മുതൽ 1878 വരെ. മദ്രാസ് ഫാമിൻ എന്നും ഗ്രേറ്റ് ഫാമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഒരു ഫാമിൻ ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അധികം ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ കേട്ടിട്ടില്ല. അധികം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനെ സംഗതി വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഫാമിൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ മരണം അടഞ്ഞ ആൾക്കാരുടെ എണ്ണം ഒന്ന് ഗസ് ചെയ്യാം എത്രയാണെന്ന്. വിക്കിപീഡിയ കണക്ക് പ്രകാരം 5 to 9 മില്യൺ ആൾക്കാർ മരിച്ച ഒരു സംഗതിയാണ്. പക്ഷെ അത് അത്ര വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്റ്റാലിൻ അവിടെ കളക്ടിവൈസേഷൻ ആയിരുന്നു കാരണക്കാരനെങ്കിൽ ഇവിടെ കാരണക്കാരൻ ലൈസെഫെയർ ക്യാപിറ്റലിസം ആയിരുന്നു. ഇവിടെ ആ സമയത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ലൈസെഫെയർ ക്യാപിറ്റലിസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു. ഒരു റിച്ചാർഡ് ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു ഫാമിൻ കൺട്രോൾ അതിന്റെ ബോർഡിന്റെ ഡയറക്ടറോ പ്രസിഡന്റ് എന്നാണ്ടായിട്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ കൃത്യമായി പറയുകയാണ്, ഇവിടെ നമ്മൾ ഇടപെടില്ല. അതായത് ഇത്രയും ആൾക്കാർ മരിക്കുന്ന ഫാമിനിൽ ഞങ്ങൾ ഇടപെടില്ല. കാരണം ഗവൺമെന്റ് ഇടപെട്ട് അവിടെ എന്തെങ്കിലും ഒരു സബ്സിഡി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഗ്രെയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിലുള്ള ഡിപ്പെൻഡൻസ് കൂട്ടും, ആൾക്കാർ വർക്ക് ചെയ്യാതെ വരും. അത് ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല. വർക്ക് ചെയ്യാത്ത ആളുകളെക്കാളും നല്ലത് മരിച്ച ആളുകളാണ്. അത് അങ്ങനെയല്ല അവർ പറഞ്ഞത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഫ്രീ മാർക്കറ്റിന്റെ പ്രിൻസിപ്പിൾ ആണ് അവിടെ റാഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ഫാമിനുണ്ട്, ഇവിടെ വരൾച്ചയുണ്ട്, ഇവിടെ അരി കിട്ടാനില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അരി ഉള്ള സ്ഥലങ്ങളിലെ ആൾക്കാർ ഇവിടെ അരിക്ക് ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടുമല്ലോ. അപ്പൊ അരി കൂടുതലുള്ള സ്ഥലത്തെ ആൾക്കാർ അരി അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വിൽക്കും. കൂടുതൽ വിലയ്ക്ക് അരി അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. അത് ഫ്രീ മാർക്കറ്റിന്റെ പ്രിൻസിപ്പിൾ അങ്ങനെയാണല്ലോ. മാർക്കറ്റ് ഒരു ഇൻവിസിബിൾ സാധനമുണ്ട്, ഒരു വലിയൊരു അന്ധവിശ്വാസമാണ് അത്. ഇൻവിസിബിൾ സാധനം തന്നെ എല്ലാം ഫിക്സ് ചെയ്യുമല്ലോ. അപ്പൊ ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ദൈവത്തെ പോലെയുള്ള എന്തോ ഒരു സംഗതി അവിടെ അരി കൊണ്ടുവരുന്നു. അപ്പൊ ഇവര് കൂടുതൽ കാശ് കൊടുത്ത് അരി വാങ്ങിക്കുന്നു. എല്ലാവരും ഹാപ്പി. അരി വിറ്റവന് ഹാപ്പി, അരി കിട്ടിയവന് ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു ശുഭകരമായ ഒരു സംഗതി നടക്കുന്നു. ഇതാണ് അവർ എൻവിഷൻ ചെയ്തത്. അതിനുവേണ്ടി നമ്മളുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റോഡ് പണിതാൽ മതി. അതായിരുന്നു അവര്. ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് സെറ്റാക്കാം. അരി വരാനുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം സെറ്റാക്കാൻ അവർ കുറെ റോഡുകളും റെയിൽവേ സിസ്റ്റം ഒക്കെ ഒന്ന് സെറ്റാക്കി. അതാണ് അവർ ചെയ്തത് ആക്ച്വലി. മറിച്ച് അവര് പട്ടിണി നടക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണ് ആദ്യം പ്രൈമറി ചെയ്യേണ്ടതെന്ന് അവർ ചിന്തിച്ചിട്ടേ ഇല്ല. ലൈസെഫെയർ ക്യാപിറ്റലിസം കൊണ്ട് സംഭവിച്ച ഒരു ദുരന്തമായിരുന്നത്. വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഒരു ഡിഫൻസ് വരാൻ സാധ്യതയുണ്ട്. ഡിഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ റെയിൽവേ സെറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇന്ന് നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റുന്നത്. അന്ന് 5 മില്യൺ ആളുകൾ മരിച്ചാൽ എന്താണ് ഇന്നത് സെറ്റാക്കി ഇന്ന് ട്രെയിൻ വെച്ച് പോകാൻ പറ്റുന്നില്ലേ? അതെ. അപ്പം ഇത് എല്ലാത്തിനും, അതാ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒറ്റമൂലി, എല്ലാ പ്രശ്നങ്ങൾക്കും ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട് ഫ്രീ മാർക്കറ്റിന്. ഇതൊരു ഈ സാമ്പത്തിക അന്ധവിശ്വാസം എന്ന് പറഞ്ഞ സോഷ്യലിസത്തിനൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ഇതിലും വലിയൊരു അന്ധവിശ്വാസം ഉണ്ടോ? ഇൻവിസിബിൾ ഹാൻഡ് എല്ലാം ഫിക്സ് ചെയ്യും എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ത്രീപക്ഷ ഒരു സംഗതി, സ്ത്രീകളുടെ പ്രാതിനിധ്യം. ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവർ സീരിയസ്ലി പറയുന്നുണ്ട്, കുറഞ്ഞ ശമ്പളത്തിന് സ്ത്രീകൾ ജോലി ചെയ്യാൻ തയ്യാറാവൂ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുമല്ലോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ശമ്പളത്തിലേക്ക് ഉയരാൻ സാധിക്കും. അത് എപ്പോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അത് ഫ്രീ മാർക്കറ്റ് തന്നെ ഫിക്സ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കാം, അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ നല്ലൊരു ഉദാഹരണമുണ്ട്. അതായത് മലയാള സിനിമ ഒരു ഏകദേശം ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമി തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ വിപണന മൂല്യമുള്ള വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം, അല്ലെ? ടിക്കറ്റ് സെയിൽസ് ഏറ്റവും കൂടുതൽ ഡ്രോ ചെയ്യുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത്. അങ്ങനെ ഒരു സിസ്റ്റമാണ് മലയാള സിനിമ. അല്ലാതെ എല്ലാവർക്കും ഈക്വൽ, അഭിനേതാക്കൾക്ക് എല്ലാം കൃത്യം, അങ്ങനെയല്ല. അപ്പോ ഇത് നിലനിൽക്കുന്ന മലയാള സിനിമയിൽ നമുക്ക് PK റോസി മുതൽ ഇന്ന് മഞ്ജു വാര്യരും ഒക്കെ വരെയുള്ള കാലഘട്ടത്തിൽ, പാർവതിയൊക്കെ ഉള്ള വരെ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ സിനിമയുടെ തുടക്കം മുതൽ അഭിനയിക്കുന്നുണ്ട്. തുടക്കം മുതൽ ഇന്ന് വരെ നമുക്ക് ഓൺ ആൻ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ശമ്പളം കുറവാണെന്ന് വളരെ വ്യക്തമാണ്, അല്ലെ? അപ്പം ഇവിടെ പലരും പറയുന്നത് അത് വാണിജ്യ മൂല്യം നോക്കിയിട്ടാണല്ലോ എന്നുള്ള. ഇപ്പൊ ഉദാഹരണത്തിന് നയൻതാര വന്ന് അഭിനയിക്കുമ്പോൾ നയൻതാരയ്ക്ക് കൂടുതൽ ശമ്പളം കിട്ടും. അവിടെ നിൽക്കുന്ന ചെറിയൊരു ആക്ടറിനേക്കാൾ കൂടുതൽ, മെയിൽ ആക്ടറിനേക്കാൾ കൂടുതൽ ശമ്പളം നയൻതാരയ്ക്കല്ലേ എന്നൊക്കെ ഇതിനൊരു മറുവാദമുണ്ട്. എക്സാക്ട്ലി ശരിയാണ്. വിപണന മൂല്യം അനുസരിച്ച് തന്നെയാണ് ശമ്പളം കൊടുക്കുന്നത്. പക്ഷെ ഓൺ ആവറേജ് നോക്കുമ്പോൾ ഇപ്പോഴും സ്ത്രീകളുടെ ശമ്പളം കുറവാണ്. ഇവരുടെ തിയറി വെച്ചിട്ട് എന്താണ്,
സ്ത്രീകൾ അഭിനയിക്കുക, കുറഞ്ഞ ശമ്പളത്തിന് അഭിനയിക്കുക, അഭിനയിച്ച് ഫലിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട്, സ്ത്രീകൾക്ക് അഭിനയം കുറവാണെന്ന് ആരും എന്തായാലും പറയില്ല. അപ്പോ അഭിനയിച്ച് നല്ലോണം പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മാർക്കറ്റിൽ അവരുടെ ഡിമാൻഡ് കൂടുന്നു, അവരുടെ ശമ്പളം കൂടുന്നു, ഇക്വിലിബ്രിയം വരുന്നു. ഇതാണ് ഇവരുടെ തിയറി. പക്ഷെ എന്താണ് വരാഞ്ഞത്? ഈ ഇൻവിസിബിൾ ഹാൻഡ് ഉറക്കത്തിലായിരുന്നു ആ സമയത്ത്. എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ അതിന്റെ കാരണം എന്താന്ന് പരിശോധിക്കുമ്പോൾ കാരണം മറ്റൊന്നുമല്ല. കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മളുടെ മലയാള സിനിമ ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ ഹീറോ. നായകനാണ് മിക്ക സിനിമകളിലും. നായക പ്രാധാന്യമുള്ള സിനിമകളും കഥകളുമാണ് വരുന്നത്. വളരെ എക്സെപ്ഷണലി ആണ് നായികാ പ്രാധാന്യമുള്ള സിനിമകൾ വരുന്നത്. അതുകൊണ്ടാണ് നായകന്റെ വാണിജ്യ മൂല്യം ഉയരുന്നത്. മാത്രമല്ല ഈവൻ ഓഡിയൻസിനും നായകൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ കാണാനാണ് ഇഷ്ടം. നായകന്റെ പ്രശ്നങ്ങൾ, നായകന്റെ അതൊരു പാട്രിയാർക്കൽ സിസ്റ്റം ആയതുകൊണ്ടാണ്. നമ്മൾ സമൂഹം അങ്ങനത്തെ ഒരു സമൂഹം ആയതുകൊണ്ട് ആ സമൂഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രീ മാർക്കറ്റ് ഇൻസെന്റിവൈസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വയസ്സുകളെയാണ് ഇൻസെന്റിവൈസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ, അല്ലെ? അല്ലാതെ ഇതിന് വിപരീതമായി സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ വന്നാൽ അത് ചിലപ്പം അത്രത്തോളം ഓടിയെന്ന് വരില്ല. അപ്പൊ ശരിക്കും ഇൻസെന്റിവൈസ് ചെയ്യുന്ന എന്താണ്? അപ്പൊ ഇവരുടെ ആ തിയറിയോട് തെറ്റിപ്പോവുകയാണ്, അല്ലെ? അതാണ് ഈ ഒറ്റമൂലി പോയത്. ഈവൻ ഈ മറുപടിയിലും എനിക്കൊരു പ്രശ്നങ്ങൾ, അതായത് നയൻതാരയ്ക്ക് കൂടുതൽ ശമ്പളമുണ്ട്, ലൈറ്റ് ബോയ്ക്ക് കുറവ് ശമ്പളം ഉണ്ടല്ലോ എന്ന് ഞാൻ ഈയിടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ കണ്ടു. അത് ആരാന്നിപ്പോൾ എനിക്ക് അറിയില്ല, പൃഥ്വിരാജാണോ അതോ അമീർ ഖാനാണോ? ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജും ആണോ അതോ അമീർ ഖാനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കരീന കപൂറൊക്കെ ഉള്ളപ്പോൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ മാർക്കറ്റബിലിറ്റി ആണ് സംഭവം. സോ ഇപ്പം ഈ ഒരു നടി അഭിനയിക്കുന്ന സിനിമയിൽ ലൈറ്റ് ബോയ് നോക്കൂ, ആ ലൈറ്റ് ബോയ്ക്ക് കുറവ് ശമ്പളമാണ്. അപ്പം ലൈറ്റ് ബോയ്ക്ക് കുറവ് ശമ്പളവും ഈ നായികയ്ക്ക് കൂടുതൽ ശമ്പളമുണ്ട്. അപ്പോൾ അവിടെ ജെൻഡർ അല്ലല്ലോ അവിടുത്തെ. അപ്പം സ്ത്രീ ആയതുകൊണ്ടല്ല ഇവിടെ ഈ വേദന ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ മനസ്സിൽ അപ്പം തന്നെ വന്ന് ചോദിച്ചു, ഓക്കെ നിങ്ങൾ ലൈറ്റ് ബോയ് എടുത്തു, ഒരു ലൈറ്റ് ബോയും ഒരു ലൈറ്റ് വുമനും എടുക്കുമ്പോൾ ആർക്കാണ് ശമ്പളം കൂടുതൽ? അങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. ഒരു നായകൻ ഒരു നായിക എടുക്കുമ്പോൾ നിങ്ങൾ നായിക എടുത്തു, ലൈറ്റ് ബോയ് എടുക്കുക. നായകനും നായിക എടുക്കുമ്പോൾ ആർക്കാണ് ശമ്പളം കിട്ടുന്നത്? ലൈറ്റ് ബോയ് ആയിട്ട് തന്നെ നിൽക്കുന്ന ലൈറ്റ് ഗേളോ, എനിക്കറിയില്ല എന്താ അവരെ വിളിക്കുന്നതെന്ന്. അപ്പോൾ ഒരു ഫീമെയിലാണ് നിൽക്കുകയാണെങ്കിൽ ആർക്കും, ഒരു ഡയറക്ടർ, മെയിൽ ഡയറക്ടർ, വിമൻ ഡയറക്ടർ, ഒരു മെയിൽ റൈറ്റർ, ഫീമെയിൽ റൈറ്റർ, ഒരു മെയിൽ സിംഗർ, ഇങ്ങനെ കമ്പയർ ചെയ്യും. അങ്ങനെ പോലും അല്ല കമ്പയർ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് ബോയും ഒരു ലൈറ്റ് ഗേളിനെയും വെച്ചല്ല കമ്പയർ ചെയ്യേണ്ടത്. ആവറേജ് ആണ് എല്ലാത്തിലും ആവറേജ് ആണ് നോക്കണം. എന്നാൽ നമുക്ക് വിവരം. അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള സാധനമല്ല. ഇതൊക്കെ ആളുകൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് വന്ന് സംസാരിക്കുക. അത് ഭയങ്കര വലിയ കാര്യമായിട്ട് റീലൊക്കെ ഷെയർ ചെയ്യുക. കണ്ടോ, ഫെമിനിസം ഡിസ്ട്രോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യും. അതെ. പിന്നെ ഇവരുടെ ഫ്രീ മാർക്കറ്റ് വാദികളുടെ മറ്റൊരു വാദമാണ്, അതായത് ചോയ്സ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമറിന്റെ ചോയ്സ്. ഇപ്പോ പണ്ട് ഈ ലൈസൻസ് രാജ്, ഇവിടെ നമുക്ക് എത്ര കാറുകൾ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു? മാരുതി, പിന്നെ അംബാസിഡർ, പ്രീമിയർ പത്മിനി, പിന്നെ പൈസക്കാരനാണ് കോണ്ടസ. അങ്ങനെ കുറച്ച് വളരെ ചുരുക്കം കാറുകളാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഫ്രീ മാർക്കറ്റ് വന്നപ്പോൾ നോക്കൂ, എത്ര ചോയ്സസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ചോയ്സസ് വാരിക്കോരി തരുന്നു. അപ്പം ചോയ്സസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ചോയ്സ് ഫോർ ഹൂ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാവർക്കും ചോയ്സ് ഉണ്ടോ അതോ ക്യാപിറ്റൽ കൈവശം ഉള്ളവർക്കാണ് ചോയ്സ് എന്നുള്ളതാണ് ചോദ്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ നോക്കാം. എഡ്യൂക്കേഷൻ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും. മെച്ചപ്പെട്ട സ്കൂളിംഗ് കിട്ടണമെങ്കിൽ പൈസ കയ്യിൽ വേണം എന്നുള്ളതാണ്. ശരിക്കും ഈ മെറിറ്റ്വാദികളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, മെറിറ്റ് വെച്ചിട്ടാണ് നമ്മൾ റിസോഴ്സസ് പങ്കിടുന്നത്. പക്ഷെ ഓരോ കുട്ടിക്കും എഡ്യൂക്കേഷൻ ഉള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, അല്ലെ? അപ്പം ബെറ്റർ എഡ്യൂക്കേഷൻ ചില കുട്ടികൾക്കും മോശം എഡ്യൂക്കേഷൻ ചില കുട്ടികൾക്ക് കിട്ടുന്നതിനകത്ത് എന്ത് ന്യായീകരണമാണുള്ളത്? എന്ത് ചോയ്സ് ആണുള്ളത്? അതേപോലെ തന്നെ ഈ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ പൈസയുള്ള ആൾക്കാർക്ക് കൂടുതൽ ചോയ്സസ് അവിടെ ഉണ്ട്. കൂടുതൽ കോളേജുകളിൽ പോകാനും, ദൂരെ പോയി പഠിക്കാനും, വിദേശത്ത് പോകാനും ഇഷ്ടംപോലെ ചോയ്സസ് ഉണ്ട്. പൈസ ഇല്ലാത്തവരുടെ ചോയ്സ് അവിടെ അത്രത്തോളം ഉണ്ടോ? ഇല്ല. ഫ്രീ മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ സമയം. ഇപ്പൊ ചില ആൾക്കാർക്ക് നമ്മൾ മെറിറ്റ് പറയുമ്പോൾ എല്ലാവരും ഈ എക്സാംസ് വെച്ചിട്ട് മെറിറ്റ് നോക്കി അങ്ങനെ ഒരു വാദമുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാംസ്, UGC, അതേപോലെ എൻട്രൻസ് എക്സാംസ്, ഇതൊക്കെ പല ആൾക്കാരും ഫസ്റ്റ് ട്രയൽ പലപ്പോഴും കിട്ടാറില്ല പലർക്കും. എല്ലാവരും ഒരു വർഷം ഗ്യാപ്പ് എടുത്ത് എവിടെയെങ്കിലും ഒരു ഹൈ ഫീസ് കൊടുത്ത് ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ എവിടെയെങ്കിലും ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ താമസിച്ച് പഠിച്ച് ഒരു വർഷം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് പലർക്കും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്.
ഇത് എല്ലാവർക്കും പോസിബിൾ ആണ്. ഈ ചോയ്സ് എല്ലാവർക്കും ഉണ്ടോ? ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് പാലായിൽ പോയി താമസിച്ച് പഠിച്ച് 1 വർഷം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ, വീട്ടിൽ നിന്നൊക്കെ മാറി ഹോസ്റ്റൽ ഫീസും കൊടുത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ ഡൽഹി പോയി സിവിൽ സർവീസിന്റെ ഇതിന് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? ഫ്രീ മാർക്കറ്റ് ചോയ്സസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലർക്ക് മാത്രമാണ് കൊടുക്കുന്നത്, എല്ലാവർക്കും കൊടുക്കുന്നില്ല. പൈസ ഉള്ളതിന് മാത്രമേ ചോയ്സ് ശരിക്കും യഥാർത്ഥത്തിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുള്ളൂ. ഇപ്പം പലരും ഇപ്പൊ നമ്മൾ ഈ അംബാനിയുടെ മകന്റെ വെഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ പലരും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പലരും പറയാം, ഓ നിങ്ങൾക്ക് അസൂയയാണ് എന്നൊക്കെ ഉള്ളൊരു ഇത് വാദം വരാറുണ്ട്. പക്ഷെ ഈ അസൂയാണെന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്ന ഒരു വാദമുണ്ട്. അത് അവർ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയല്ലോ, അത് അവർ ഇഷ്ടമുള്ള രീതി സ്പെൻഡ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ മാത്രമല്ല അംബാനിയുടെ അവർ നല്ല മകൻ രീതിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ പൈസ എക്കണോമിയിലേക്ക് വന്ന് അവിടുത്തെ എക്കണോമി അങ്ങ് അതാക്കി ട്രിക്കിൾ ചെയ്ത് എല്ലാവരുടെ മേലെ വാരിച്ചിരിയും. അതെ. അപ്പൊ ഈ അംബാനിയുടെ മകൻ ആന വളർത്തൽ കേന്ദ്രം ഉണ്ടാക്കിയത് പുള്ളിയുടെ സ്വന്തം മെറിറ്റ് കൊണ്ടാണ്. പുള്ളി കഷ്ടപ്പെട്ട് എന്തോ ഭയങ്കരമായ പണിയെടുത്തിട്ടാണോ എത്രയോ ഏക്കർ ആന വളർത്തൽ കേന്ദ്രം അംബാനിയുടെ മകൻ ഉണ്ടാക്കിയതല്ലല്ലോ. അത് ആൻസസ്ട്രൽ വെൽത്ത് ആണ്. ഈ ആന്റില എന്ന് പറയുന്ന വീട്ടിൽ താമസിക്കുന്ന പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റും. തൊട്ടപ്പുറത്തെ സ്ലമ്മിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഓപ്ഷൻ ഉണ്ടോ? അവനൊരു പാഷനാണ്, ആന വളർത്താനാണ് അവന്റെ പാഷൻ. അപ്പൊ ആന വളർത്തൽ കേന്ദ്രം തുടങ്ങാൻ അവനെ കൊണ്ട് പറ്റുമോ? പൂച്ച വളർത്തൽ കേന്ദ്രം തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. അവന് കഴിവില്ലാത്തോണ്ടല്ലേ. അത് കഴിവില്ലാത്തോണ്ടല്ലല്ലോ, ആ ഒരു ഓപ്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഫ്രീ മാർക്കറ്റിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇനി തിയററ്റിക്കലി ഓൾസോ ഫ്രീ മാർക്കറ്റ് വാദികൾ അത് തന്നെയാണ് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഇനിക്വാളിറ്റിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അതിലേക്ക് വരാം. തിയററ്റിക്കലി ഓൾസോ ഇതിനെ ഇൻ പ്രിൻസിപ്പിളും ഇൻ പ്രാക്ടിക്കലും ഓൾറെഡി ചോയ്സ് ഉള്ളവരുടെ ചോയ്സുകൾ മാക്സിമൈസ് ചെയ്യുന്നു എന്നല്ലാതെ ചോയ്സ് ഇല്ലാത്തവർക്ക് ചോയ്സ് കൂട്ടുന്നതായിട്ടൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് ശരിക്കും പറഞ്ഞു. പിന്നെ അതുപോലെ പലരും പറയുന്ന ഒരു കാര്യമാണ്, തുറന്ന മത്സരം വരട്ടെ. തുറന്ന മത്സരം വരുമ്പോൾ കൂടുതൽ മികച്ച ഇന്നോവേഷൻസ് ഉണ്ടാകുന്നു. അത് സ്ഥിരമായി കേൾക്കുന്ന ഒരു സാധനമാണ്. ഇത് ഫ്രീ മാർക്കറ്റ് തുറന്ന മത്സരത്തിന് വേദി ഒരുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് അതിന്റെ ഒരു ഉത്തരം. കാരണം അംബാനിയുടെ മകനും അപ്പുറത്തെ സ്ലമ്മിലെ താമസിക്കുന്ന ഒരാളും തമ്മിൽ എങ്ങനെയാണ് ഒരു തുറന്ന മത്സരം പോസിബിൾ ആണ്? ഇപ്പം ഈ ആന വളർത്തൽ കേന്ദ്രം വിട്ടാലും ഇവരൊരു 18 വയസ്സ് കഴിഞ്ഞ് ഇവര് പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇവരൊരു ജോലി ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും അംബാനിയുടെ മകന്റെ മുമ്പിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ഇദ്ദേഹത്തിന്? ഒരു ബിസിനസ്സിൽ നോക്കാം നമുക്ക്. ബിസിനസ്സിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അംബാനിയുടെ മകനുമായിട്ട്? ക്യാപിറ്റൽ അത്രയും ഉള്ള ഒരു വ്യക്തിയുമായിട്ട് അപ്പൊ പറയും ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്നാൽ കോമ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ഒരു പുതിയ ഗ്രൗണ്ട് ബ്രേക്കിംഗ് സംഗതി കൊണ്ടുവരൂ. പക്ഷെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് സംഗതി കൊണ്ടുവന്നാലും ഇൻവെസ്റ്റേഴ്സ് വേണം. ക്യാപിറ്റൽ ഇല്ലാതെ അവിടെയും കാര്യം നടക്കില്ല. ഇൻവെസ്റ്റേഴ്സ് അവിടെയും വേണമല്ലോ. കാരണം ഇത് സ്കെയിൽ അപ്പ് ചെയ്യാതെ അപ്പോഴും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെയും ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. എന്തിന്? അപ്പൊ ഇവിടെ ഒരു അനീതി ഉണ്ടെന്നുള്ളതാണ്. അതായത് അംബാനിയുടെ മകൻ ഇല്ലാത്ത ഒരുപാട് ഹേർഡിൽസ് ഈ മറ്റേ വ്യക്തി ചാടിക്കടക്കണം. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇൻഡിവിജ്വൽ ഫ്രീഡം, ഇൻഡിവിജ്വലിന്റെ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഫെയർ ഇത് കോമ്പറ്റീഷൻ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അത് ഫെയർ കോമ്പറ്റീഷൻ അല്ല. ഓപ്പൺ കോമ്പറ്റീഷൻ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഫെയർ കോമ്പറ്റീഷൻ ആണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ അത് ഇൻജസ്റ്റിസ് ആണ്. അപ്പൊ അവിടെ ഒരാൾക്കാരെ മാത്രം ഫേവർ ചെയ്യുന്ന ഇൻജസ്റ്റിസ് ആണെന്നുള്ളത് വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു, അല്ലെ? ഈ ആർഗ്യുമെന്റ് പറയുന്നവർ, അതായത് ഒരു എന്താ പറയുന്നത്, ഇന്നോവേറ്റീവ് ഐഡിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റും, അത്രയും കഴിവും അതൊക്കെ ഉണ്ടെങ്കിൽ മത്സരിക്കാൻ പറ്റും എന്നുള്ളവർ സത്യത്തിൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് നോക്കാറില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു യൂട്യൂബ് വീഡിയോ എവിടെ നിന്ന് ഇവിടുന്ന് കണ്ട് മാർക്കറ്റിനെ മനസ്സിലാക്കുന്നവരാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സെറീന വില്യംസിനെ നോക്കൂ. സെറീന വില്യംസ് ഒരു ഗെറ്റോയിലാണ് വളർന്നത്. പക്ഷെ നോക്കൂ, ഹാർഡ് വർക്കും പെർസിവറൻസും കൊണ്ട് കുതിച്ച് മുമ്പേറി വന്ന് ഗ്രാൻഡ് സ്ലാം കിരീടം നേടി നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആയത് കണ്ടില്ലേ? അങ്ങനെ ബാക്കിയുള്ളവർക്കും ചെയ്തൂടെ? സെറീന വില്യംസിന്റെ പറയാം. പക്ഷേ ആദ്യം ഞാൻ ഇന്നോവേറ്റീവ് ഐഡിയാസിന്റെ കാര്യം എന്ന് പറഞ്ഞു. ഈ ഇന്നോവേറ്റീവ് ഐഡിയാസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ സാഹചര്യത്തിൽ നമ്മൾ ഇന്നോവേറ്റീവ് ഐഡിയാസ്, ഇപ്പം AI, LLM ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് ആളുകൾ വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ. ഈ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഓൾറെഡി ബിഗ് കമ്പനീസ് ഒന്നെങ്കിൽ അക്വയർ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ സ്റ്റേക്ക് വാങ്ങിച്ചു കഴിഞ്ഞു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബിഗ് കമ്പനീസ്, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്ന ആൾ, അല്ലെങ്കിൽ കൊണ്ടുവന്ന ആളുകൾ ഒന്നെങ്കിൽ ഇപ്പോൾ ഈ ബിഗ് കമ്പനീസിൻ്റെ എംപ്ലോയി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ അത് സംഭവം സെല്ല് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അവർക്കത് ഇട്ടേച്ച് പോകേണ്ട അവസ്ഥയാണെന്നുള്ളത്. അല്ലാതെ ഒരു പുതിയൊരു ഒപ്പോണൻ്റ് വരില്ല. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നാളെ ഈ അംബാനിയുടെ അതിൻ്റെ കാര്യങ്ങൾ, നാളെ ഇപ്പോൾ ഒരു പുതിയ ഇൻഫർമേഷൻ ടെക്നോളജി വരാമെന്ന് വെച്ചോ,
ഈ പുതിയ ഇൻഫർമേഷൻ ടെക്നോളജി ഡിവൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നത് എങ്ങനെയോ ആ അംബാനിയുടെ സൈഡിൽ ഇരിക്കുന്ന സ്ലമ്മിലെ വ്യക്തി കണ്ടുപിടിച്ച് ചിന്തിച്ചൊരു ഐഡിയ കൊണ്ടെന്ന് എന്ന് തന്നെ വിചാരിച്ചോളൂ. അവിടെ 99% ചാൻസ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബിഗ് കമ്പനീസ് ആർ ഗോയിങ് ടു ബൈ ഇറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാമല്ലോ. ആ ഡ്യൂപ്ലിക്കേറ്റ് ദാറ്റ്സ്. അപ്പം ഈ പറയുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നത് ഈ മാർക്കറ്റിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവരാണ് ഇവർ പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് കുറച്ച് അൺഅപ്പോളജറ്റിക് ആയിട്ടൊന്ന് പറയേണ്ടി വരും. അല്ല, അവിടെയാണ് എക്സെപ്ഷൻസ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിൽ വിജയിച്ചു വരുന്ന, അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാളൊക്കെ വിജയിച്ചു വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള എക്സെപ്ഷൻസ് നോക്കൂ. അദ്ദേഹം വളരെ ദരിദ്രനായിട്ടല്ലേ ജനിച്ചത്, എന്നിട്ട് നോക്കൂ അദ്ദേഹം ഒരു ബില്യണർ ആയില്ലേ എന്ന് പറയും. അതാണ് ഞാൻ സെറീന വില്യംസിന് എക്സാമ്പിൾ പറഞ്ഞത്. നോക്കൂ, ഗെറ്റോയിൽ താമസിച്ച് വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ വന്ന ഒരാളാണ്, നോക്കൂ വിജയിച്ച് കണ്ടില്ലേ. എന്നിട്ട് നിങ്ങൾ സെറീന വില്യംസിനെ നോക്കി പഠിക്കൂ. നിങ്ങൾ സമൂഹത്തിനെ പഴിചാരാതിരിക്കൂ. നിങ്ങൾ സ്വന്തം കഴിവ് കൊണ്ട്, ശരിയാണ് നമുക്ക് സ്വന്തം കഴിവൊക്കെ വേണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് ഈ സെറീന വില്യംസിന്റെ ഈ ആർഗ്യുമെന്റിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പീറ്റ് സാംപ്രാസിനും ആൻഡ്രേ അഗസ്സി അവരും US-ലെ ടെന്നീസ് പ്ലേയേഴ്സാണ്. അവർക്ക് ഇല്ലാത്ത ചില കടമ്പകൾ, അവർക്കില്ലാത്ത കടമ്പകൾ സെറീന വില്യംസിന് ഉണ്ടാവുന്നത് നീതിയാണോ? നിങ്ങൾ സമൂഹത്തിനെ പഴിക്കരുത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹേർഡിൽസ് അവിടെ കിടക്കട്ടെ, നിങ്ങൾ ചാടി വരണം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല പറയേണ്ടത്. ആ ഹേർഡിൽസ് ഉണ്ടാവാൻ പാടില്ല. പീറ്റ് സാംപ്രാസിനും ആൻഡ്രേ അഗാസിക്കും എത്രത്തോളം ഈസി ആയിരുന്ന കാര്യങ്ങൾ അതുപോലെ ഈസി ആയിരുന്നിരിക്കണം സെറീന വില്യംസിൽ ഓരോ വ്യക്തിക്കും. ആയിരക്കണക്കിന് സെറീന വില്യംസ് ഒരുപക്ഷെ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ തട്ടിമുട്ടി വീണ് മുമ്പോട്ടേക്ക് വരാതെ പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയേണ്ടത്, നിങ്ങൾ പ്രതിസന്ധികളെ ചാടിക്കടന്ന് വരും എന്നുള്ളതല്ല, നിങ്ങൾ സമൂഹം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പിന് ഒരു എക്സ്ട്രാ പ്രതിസന്ധി കൊടുക്കരുത് എന്നാണ് നമ്മൾ പറയേണ്ടത്, അല്ലെ? അത് അങ്ങനെ ചിന്തിച്ചാൽ പോരെ, ഇങ്ങനെ ചിന്തിച്ചാൽ പോരെ. അതായത് ഒരു സെറീന വില്യംസ് നല്ലൊരു നിലയിൽ വന്നു, ഓക്കെ. ഇപ്പോൾ സെറീന വില്യംസിന്റെ മുമ്പിലുള്ള ബാരിയേഴ്സ് നമ്മൾ മാറ്റിയിരുന്നെങ്കിൽ സെറീന വില്യംസിന് ഇതിലും കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനകത്ത് വേറൊരു ഇംപ്ലിക്കേഷനും ഉണ്ട്. അതായത് വരാൻ പറ്റാതെ ഫെയിൽ ചെയ്ത് പോയിട്ടുള്ള ഒരു ബ്ലാക്ക് ടെന്നീസ് പ്ലെയർ ഉണ്ടെങ്കിൽ വേണ്ടത്ര ഹാർഡ് വർക്ക് ചെയ്തില്ല എന്നും കൂടി ഇംപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത്. മനസ്സിലായി? അതാണ് ഈ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്ലിപ്പ് സൈഡ് ഓഫ് ദ കോയിൻ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. നീ ഫെയിലിയർ ആയാൽ അത് സമൂഹത്തിന്റെ പ്രശ്നമല്ല, നിന്റെ പ്രശ്നമാണെന്ന് ഒപ്പസ്റ്റ് വിഭാഗങ്ങളോടും കൂടി പറയാൻ പറ്റും ഈ ഫിലോസഫി വെച്ചിട്ട്. പിന്നെ അതുപോലെ ഈ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അത് ഇക്വാളിറ്റി എന്നുള്ള കാര്യമാണ്. ഈ ശരിക്കും ഈ ഫ്രീ മാർക്കറ്റ് പ്രോമിസ് ചെയ്യുന്നത് ഫ്രീഡമാണ്. ഫ്രീഡം എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇത്ര നേരം പറഞ്ഞു. ഫ്രീഡം പ്രോമിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫ്രീഡം ഡെലിവർ ചെയ്യുന്നില്ല. ഫ്രീഡം ഫോർ പീപ്പിൾ ഹു ഹാവ് ക്യാപിറ്റൽ. ഓൾറെഡി ഈ പ്രിവിലേജ് ഉള്ള വ്യക്തികൾക്ക് ഫ്രീഡം ഉണ്ട്, ശരിയാണ്. പക്ഷെ എല്ലാ മനുഷ്യർക്കും ഫ്രീഡം ഇല്ല എന്ന് ഇത്രയും എക്സാമ്പിൾസിലൂടെ നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഇക്വാളിറ്റി എന്നുള്ള കൺസെപ്റ്റിന്റെ കാര്യമാണ്. ഇക്വാളിറ്റി ആക്ച്വലി മറ്റേ ഫ്രീഡം പ്രോമിസ് ചെയ്യുന്നെങ്കിലും ഉണ്ട്, പക്ഷെ ഫ്രീ മാർക്കറ്റ് ഇക്വാളിറ്റി പ്രോമിസ് ചെയ്യുന്നില്ല. ഫ്രീ മാർക്കറ്റ് പറയുന്നത് ഇക്വാളിറ്റി എന്ന് പറയുന്നത് കൺസെപ്റ്റ് തന്നെ തെറ്റാണ്. കാരണം മനുഷ്യരെല്ലാം വ്യത്യസ്തരല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെ ഇക്വാളിറ്റി ഉണ്ടാകും. ഇനിക്വാളിറ്റിയാണ് നാച്ചുറൽ. അത് പല രീതിയിൽ പല ഭാഷയിൽ ഇവരത് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം, അതെങ്ങനെയൊക്കെയാണെന്ന് പറയാം. ഉദാഹരണത്തിന് പണ്ടൊരു സംഗതിയാണ് ബയോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. ബയോളജിക്കലി ചില ഗ്രൂപ്പ്സ് കറുത്തവർഗക്കാർ ഇൻഫീരിയർ ആണ്, സ്ത്രീകൾ ഇൻഫീരിയർ ആണെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്നത് പലർക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ കൂടുതലും പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ തോമസ് സോവൽ കറുത്തവർഗക്കാരുടെ ബാക്ക്വേർഡ്നെസിനെ കുറിച്ച് പറഞ്ഞ വളരെ രസകരമാണ്. ഇത് പറഞ്ഞാൽ കറുത്തവർഗക്കാരുടെ കൾച്ചർ ശരിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സക്സസ്ഫുൾ ആവാത്തത്. തോമസ് സോവൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കറുത്തവർഗക്കാരനാണ് കേട്ടോ. ഇവിടെ പറഞ്ഞത് ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ മ്യൂസിക് കേൾക്കുക, ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ മ്യൂസിക്കിൽ ഡ്രഗ്സും, ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ പാട്ടുകളിൽ ഡ്രഗ്സും സെക്സും വയലൻസും സ്ത്രീകളെ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് കേട്ട് വളരുന്ന കുട്ടി ഡ്രഗ് അഡിക്റ്റും ക്രിമിനലും ആവുന്നത് സാധാരണ അല്ലേന്ന്. ഇത് തോമസ് സോവൽ പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. ഈ കൾച്ചറലി ഉള്ള പ്രശ്നമാണ് ഇവർക്കെന്ന്. അപ്പം ഇതിനകത്ത് ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇവര് കളക്ടിവിസം വേണ്ട, ഗ്രൂപ്പ് തിങ്കിങ് വേണ്ട, ഇൻഡിവിജ്വൽ എന്നൊക്കെ പറയുമെങ്കിലും കുറ്റം പറയാനായിട്ട് കൃത്യമായിട്ട് ഗ്രൂപ്പ് ഐഡന്റിറ്റി അവർ പറയും. അവിടെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് പറയും. ഈ ഗ്രൂപ്പിന്റെ കൾച്ചർ ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ പോയി ഇൻഡിവിജ്വലിസം, ഗ്രൂപ്പിലുള്ള എല്ലാ വ്യക്തികളും ഒരേപോലെയാണോ? അല്ല. അപ്പോ ഈ ഒരു സംഗതി, അതായത് ഇത് പല ഭാഷകളിൽ അവർ പറയുന്നത് ഞാൻ പറഞ്ഞു. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പരേറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതായത് നമ്മൾ ലോകത്തിൽ എവിടെ നോക്കിയാലും ഒരു 1% ഓഫ് ഏത് രാജ്യങ്ങൾ എടുത്താലും 1% ഓഫ് ആൾക്കാർ ഭയങ്കര അതിഭീകരമായ വെൽത്ത് കൂട്ടി വെച്ചിരിക്കുന്ന കാണാം. അല്ലെങ്കിൽ
അത് പെർസെന്റേജ് നോക്കും പരേറ്റോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഗതി. അതായത് 20% ഓഫ് ദ ആൾക്കാരിലായിരിക്കും 80% ഓഫ് വെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ 20% ഓഫ് ആൾക്കാരായിരിക്കും 80% ഓഫ് പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ആ ഒരു പവർ ലോ ആണ് പരേറ്റോ പ്രിൻസിപ്പിൾ. അപ്പോ ഇത് വെച്ചിട്ട് ആൾക്കാർ പറയാറുണ്ട്, ഇത് ചില റൈറ്റ് വിങ് തിങ്കേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ആന്തരിക ചോദനയാണ്, മനുഷ്യരിലുള്ള ആന്തരിക ചോദന. മനുഷ്യർ ഏത് സ്ഥലത്ത് പോയാലും ഈ ഒരു പാറ്റേൺ കാണാൻ പറ്റും. 20% ഓഫ് ആൾക്കാരായിരിക്കും 80% ഓഫ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ 80% ഓഫ് വെൽത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതൊരു എന്താ പറയാ, ഒരു അന്ധവിശ്വാസമാണ് ശരിക്കും. അങ്ങനെ ഒരു സംഗതി ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമുക്ക് ക്ലിയർലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പല രാജ്യങ്ങളിലും ഡിഫറെന്റ് തോതിൽ ടോപ്പ് 5% അല്ലെങ്കിൽ ടോപ്പ് 10%, ടോപ്പ് 20% കയ്യിൽ വെൽത്ത് കൂടിയിരിക്കുന്ന ആ ഒരു ഒബ്സർവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒബ്സർവേഷൻ അങ്ങനെ ഉള്ളത് കൊണ്ട് അതിന്റെ അർത്ഥം മനുഷ്യന്റെ ആന്തരിക ചോദന ഇങ്ങനെ ആയതുകൊണ്ടൊന്നല്ല. ആ വെൽത്ത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കാസ്റ്റിലുള്ള ആൾക്കാരാണ് അത് നിൽക്കുന്നത്. പരമ്പരാഗത സ്വത്തുള്ള ആ ഒരു പ്രിവിലേജ് ഉള്ള ആൾക്കാരുടെ കയ്യിലാണ് സ്വത്ത് ഇരിക്കുന്നത്, സ്വാഭാവികം. പിന്നെ അതേപോലെ തന്നെ ഈ ക്യാപിറ്റലിസം, പ്രത്യേകിച്ച് ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രത്യേകത, നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പം മണി എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിൽ ഈ ഒരു പവർ ലോ ഒബ്സർവ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിന്റെ അർത്ഥം അതൊരു ആന്തരിക ചോദന കാരണമാണെന്നല്ല, അതിനകത്ത് പല ഫാക്ടേഴ്സ് അതിന്റെ പിന്നിലുണ്ടെന്നുള്ളതാണ്. അത് ഒരു കാര്യം. ഇവിടെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആഡ് ചെയ്യുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ആർഗ്യുമെൻസിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഫാക്റ്റല്ലേ പറയുന്നത്. 80% ആളുകളുടെ വെൽത്ത് ഇരിക്കുന്ന 20%, അല്ലെങ്കിൽ 80% വെൽത്ത് ഇരിക്കുന്ന 20% ആളുകളുടെ ഇസ് ഇറ്റ് എ ഫാക്ട് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ പോയിന്റ് ഫാക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രധാന പോയിന്റ്. ആ പോയിന്റിൽ അവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള സൈലൻസ്. ഇപ്പം ഓക്കെ, ഇന്ത്യയിലെ 1% ആളുകളുടെയിലാണ് ഇത്ര പെർസെൻറ്റേജ് വെൽത്ത് ഇരിക്കുന്നത്. ഫാക്റ്റാണോ? ഫാക്റ്റാണ്, അഗ്രി, ഫാക്റ്റാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അല്ലാതെ ഇത് 1% ആളുകളിൽ വെൽത്ത് ഇല്ല എന്ന് പറയാനാണോ നമ്മൾ ഇരിക്കുന്നത്? അല്ല. ഇതേ ആളുകൾ ഇത് നാച്ചുറലാണെന്ന് പറഞ്ഞ് ഈ നാച്ചുറലാണെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് നിർത്തും. അതിനെന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിന് അവർ പറയാറില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. ഡേഞ്ചറസ് ആയിട്ട് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടുള്ള പല ആൾക്കാരും ഈ റൈറ്റ് വിങ് തിങ്കേഴ്സ് അവർ പറയുന്നത്, വി ആർ ജസ്റ്റ് ടെല്ലിങ് വാട്ട് ഓട്ട് ടു ബി എന്ന് ഞങ്ങൾ പറയുന്നില്ല, വാട്ട് ഇസ് എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് അവരുടെ ഒരു ന്യായീകരണം. പക്ഷെ ആ വാട്ട് ഇസിലും പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനൊരു ഒബ്സർവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ ആയിട്ട് നിങ്ങൾ പറയുന്നത് എന്താണ്? ആന്തരിക ചോദന. പ്രോബ്ലമാറ്റിക് ആണത്. ആന്തരിക ചോദന കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ഇതിനകത്ത് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷന്റെ കഥയുണ്ട്. ഇതിനകത്ത് ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്ത ആൾക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ അത് ഒരു പല ഫാക്ടേഴ്സും നോക്കാതെ മനുഷ്യനിൽ ഇങ്ങനെ എന്തോ ഒരു ജൈവികമായ എന്തോ ഒരു സംഗതി ഉണ്ട്. 20% ഓഫ് ആൾക്കാർ എന്തോ പ്രത്യേക കഴിവുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിലാണ് ഇത് പോർട്രേ ചെയ്യുന്നത്. അത് തെറ്റാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു തോട്ട് എക്സ്പെരിമെന്റ് ഞാൻ പണ്ട് കേട്ടാണ്. എന്താ വെച്ചാല്, നമ്മൾ ലോകത്തിലെ ധനം മൊത്തം ഒരു സ്ഥലത്ത് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടിടുക. ലോകത്തിലെ എല്ലാവരുടെ കയ്യിൽ, നമ്മുടെ കയ്യിലൊക്കെ ഉള്ള പൈസ, എല്ലാവരുടെ കയ്യിൽ നിന്നുള്ള പൈസ വാങ്ങിച്ചൊരു എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അത് ഈക്വലി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ലോകത്തൊരു 100 ട്രില്യൺ ഡോളറാണ് ലോകത്തുള്ളതെങ്കിൽ അതെല്ലാ മനുഷ്യർക്കും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ആ പണം. വിത്തിൻ 24 hours നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ പാറ്റേണിലുള്ള ഒരു ഘടന, ഒരു സോഷ്യൽ ഘടന നിങ്ങൾക്ക് 24 hours തിരിച്ചു കിട്ടും. അതായത് നേരത്തെ പണക്കാരായിരുന്ന ആൾക്കാർ വീണ്ടും പണക്കാരാകും, നേരത്തെ പാവപ്പെട്ടവരായിരുന്നവർ വീണ്ടും ദരിദ്രരാകും, ഒപ്രസ്ഡ് വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ പൈസ നിൽക്കില്ല. സ്ത്രീകൾ, പുരുഷന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകളുടെ കയ്യിൽ പൈസ കുറവാണ്. കാരണം മിക്ക സിസ്റ്റംസും പാട്രിയാർക്കൽ സിസ്റ്റം ആയതുകൊണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ കയ്യിലുള്ള പൈസ കുറയും, ഒപ്രസ്ഡ് വിഭാഗങ്ങളുടെ കയ്യിലുള്ള പൈസ കുറയും, പണക്കാർ കൂടുതൽ വീണ്ടും പണം ഉണ്ടാക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ പൈസ ചില ആൾക്കാർ മിസ്മാനേജ് ചെയ്യും, ചില ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതൊരു തോട്ട് എക്സ്പെരിമെന്റ് ആണ്. പക്ഷെ അവിടെ പറയുന്ന ഒരു വിക്ടിം ബ്ലെയിമിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ദരിദ്രരാകും നിങ്ങളുടെ കഴിവുകേടുകൊണ്ടാണെന്നുള്ള ഒരു വിക്ടിം ബ്ലെയിമിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ ഇനിക്വാളിറ്റി ആണ് നാച്ചുറൽ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഇതൊക്കെ തന്നെ. പിന്നെ വേറൊരു വലതുപക്ഷ ചിന്തകൻ പറഞ്ഞ ഒരു രസകരമായ കാര്യം ഞാൻ പറയാം. അതെന്താന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഭയങ്കര ഇനിക്വാളിറ്റി ആണല്ലോ. അപ്പൊ ഈ ഇനിക്വാളിറ്റി മാറ്റാനായിട്ട് വളരെ ഈസി ആയിട്ടൊരു മാർഗമുണ്ട്. അത് പാവങ്ങളായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് അതിന്റെ
ഒരു കണ്ടുപിടുത്തം. ഈ ഇനിക്വാളിറ്റി മാറ്റാൻ, എക്കണോമിക് ഇനിക്വാളിറ്റി മാറ്റാൻ ദരിദ്രർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു കണ്ടുപിടുത്തം. എനിക്കത് കേട്ടപ്പോൾ ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ മേരി ആന്റോയിനറ്റ് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ക്യൂൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ അടുത്ത ആൾക്കാർ എന്ന് പറഞ്ഞ ഇവിടുത്തെ പെസൻസിനൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ്, അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, ഭക്ഷണം കഴിക്കാനുള്ള ബ്രെഡ് അവർക്ക് തീർന്നു പോയി, ബ്രെഡ് ഇല്ല അവർക്കെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത്, അത് കഥയാട്ടോ, ശരിക്കും നടന്നൊന്നല്ല. പുള്ളിക്കാരി പറയുന്നത് ബ്രെഡ് ഇല്ലെങ്കിൽ എന്താ, അവർക്ക് കേക്ക് കഴിച്ചുകൂടെ എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊരു എത്രത്തോളം ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണെന്ന് നോക്കിയാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഉള്ള ക്യാഷ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓൾറെഡി ഡെറ്റിലുള്ള ഒരു മനുഷ്യന് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറും സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറയില്ല. ഇന്ത്യയിലെ ന്യൂട്രീഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ കെൽപ്പില്ലാത്ത മാതാപിതാക്കൾ മാസം പൈസ നീക്കി വെച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇനി ഇൻവെസ്റ്റ് ചെയ്താലും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് തരുള്ളൂ. ഇതിനിടയ്ക്ക് അവർക്ക് എന്തെങ്കിലും എമർജൻസി വന്നാലോ, ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ എന്ത് ചെയ്യും? ആ പൈസ എടുക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷനേ അവരുടെ മുമ്പിൽ ഇല്ല. അവരോടാണ് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊരു വളരെ തമാശയായിട്ട് തോന്നുള്ളൂ. കാരണം ഈ ഇനിക്വാളിറ്റി ഇങ്ങനെയൊന്നും മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രൈമറിലി നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് പറയുന്നത്? ഇത് ഇത് തന്നെയാണ് രാജേഷ് അത് പറഞ്ഞു കഴിഞ്ഞത്. അത് ഒന്നാമത് നമ്മൾ ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് മാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ഓൾറെഡി അയാളുടെ ഇൻകം ഉണ്ട്, ഇൻകത്തിൽ നിന്ന് അയാളുടെ സേവിങ്സ് ഉണ്ട്, അയാളുടെ എക്സ്പെൻസ് ഉണ്ട്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു റിസ്ക് മണിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡിവിഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പാവപ്പെട്ടവരുടെ കയ്യിൽ ഇത്രയും ഡിവിഷൻസ് ഉണ്ടോ എന്ന് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. കാരണം അവർക്ക് മിക്കവാറും നിങ്ങൾ ഈ പറഞ്ഞ മാതിരി മാൽനറിഷ്മെൻറ്റ്, കടം, ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളുടെ ഇടയിൽ ഇനി ഇതിൽ നിന്ന് സേവിങ്സ് ഉണ്ടാക്കി അല്ലെങ്കിൽ റിസ്ക് മണി ഉണ്ടാക്കി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ അവരിലുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി എങ്ങനെയോ അവർക്ക് അത്ര പൈസ കിട്ടിയെന്ന് വിചാരിച്ചോ, അവർക്ക് എത്ര സ്റ്റോക്ക് മേടിക്കാൻ പറ്റും? എത്ര രൂപയുടെ സ്റ്റോക്കുകളായിരിക്കും മേടിക്കുന്നത്? ഈ നല്ല റിട്ടേൺസ് തരുന്ന സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ലോങ് ടേമിൽ നല്ല റിട്ടേൺസ് തരുന്നതൊക്കെ നല്ല സേഫ് സ്റ്റോക്സ് ആയിരിക്കും. നല്ല സേഫ് സ്റ്റോക്ക്. ആ സേഫ് സ്റ്റോക്കൊക്കെ നല്ല വിലയാണ്, നല്ല വിലയുള്ള സ്റ്റോക്കാണ്. അല്ലെങ്കിൽ പെന്നി സ്റ്റോക്സിലേക്കാണ്. പെന്നി സ്റ്റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കസിനോയിൽ പോയി കളിക്കുന്ന മാതിരിയാണ്, ഗ്യാംബ്ലിംഗ് മാതിരിയാണ്. പെന്നി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾ ഏത് പെന്നി സ്റ്റോക്കാണ് ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ അത് വളരെ വളരെ മൈനോറിറ്റി ഓഫ് ദി മൈനോറിറ്റിയാണ്. അപ്പോൾ ഇത്തരം എക്കണോമിക് അഡ്വൈസുകളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ എക്കണോമിക് അഡ്വൈസ് ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവരായിരിക്കും. റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് ഏത്, അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ. ആ ഒരു ലെയർ നിൽക്കുന്ന ആളുകൾ തമ്മിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമോ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഇവരിങ്ങനെ വണ്ടർ ചെയ്യുകയാണ്. കാരണം ചില ആൾക്കാർ പറയും ഞാൻ സംഖ്യയല്ല കേട്ടോ, പക്ഷെ കേന്ദ്രത്തിൽ BJP സർക്കാർ വരണം, കാരണം സുസ്ഥിരമായ ഭരണം ഉണ്ടെങ്കിലേ സ്റ്റോക്ക് മാർക്കറ്റ് നിലനിൽക്കൂ. കാരണം എന്റെ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. അപ്പോ ഈ പിന്നെ മറ്റൊരു ആർഗ്യുമെന്റ് ഇവർ പ്രധാനമായും പറയുന്നത്, ഈ ഇൻഡിവിജ്വലിസം പറയുന്ന ആൾക്കാര് കളക്ടിവിസം എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു സംഗതിയായിട്ട്. കളക്ടിവിസം ബാഡ്, ഇൻഡിവിജ്വലിസം ഗുഡ്. കളക്ടിവിസം എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ഇഷ്ടം ബാക്കിയുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നു, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെറിറ്റില്ലാത്തവരെ സെലക്ട് ചെയ്യുന്നു, ഈ അഫർമേറ്റീവ് ആക്ഷൻ സംഭവിക്കുന്നു, ഇങ്ങനെ എന്തൊക്കെ കളക്ടിവിസം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം. അപ്പം ഇവിടെ അതുകൊണ്ടാണ് ഈ ഇൻഡിവിജ്വൽസ് സ്മോൾസ് മൈനോറിറ്റി എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, ഇവർ ഈ പറയുന്ന ഫ്രീ മാർക്കറ്റ് അഡ്വക്കേറ്റ്സ് എപ്പോഴും കളക്റ്റീവ്ലി ആണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇപ്പൊ അയൺ റാൻഡിന്റെ കേസ് എടുത്താൽ, അയൺ റാൻഡ് മനുഷ്യരെ തന്നെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, മേക്കേഴ്സ് ആൻഡ് ടേക്കേഴ്സ്. അതായത് ബുദ്ധിയും കഴിവുമുള്ള എലൈറ്റ് ക്ലാസ് മേക്ക് ചെയ്യുന്നു, ഒരു കഴിവില്ലാത്ത സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെ ലീച്ചസിനെ, അവരെ മറ്റേ അട്ടയെ പോലെയാണ് ഉപമിക്കുന്നത്, ലീച്ചസിനെ പോലെ അവരത് സക്ക് ചെയ്തെടുക്കുന്നു. ടേക്കേഴ്സ് എന്നാണ് അവരെ അയൺ റാൻഡ് വിളിക്കുന്നത്. കളക്റ്റീവ് ചിന്തയാണത്, അല്ലെ? രണ്ട് ഗ്രൂപ്പിനെ ഉണ്ടാക്കുകയാണ് അവിടെ. പിന്നെ അയൺ റാൻഡ് ഈ മറ്റേ കളക്ടിവിസത്തിനെതിരെ ഭയങ്കരമായി സംസാരിക്കുമ്പോഴും അയൺ റാൻഡ് വേറെ തമാശയുണ്ട്. അയൺ റാൻഡിന്റെ ഒരു ഇന്നർ സർക്കിൾ ഉണ്ട്, അതിന് അയൺ റാൻഡ് ഇട്ട പേര് ദ കളക്റ്റീവ് എന്നാണ്. പിന്നെ അതേപോലെ ഈ അയൺ റാൻഡിന്റെ ഒരു നോവലിൽ ഈ ഒരു സമരം ചെയ്യുന്നുണ്ട്. അത് ഈ എലൈറ്റ് ക്ലാസ് മേക്കേഴ്സ് എന്ന് അയൺ റാൻഡ് വിശേഷിപ്പിക്കുന്ന ആ കഴിവുള്ള, വിദ്യാസമ്പന്നരായ, പാഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു 1% ആൾക്കാർ, ഇവരെല്ലാവരും കൂടി ഒരു സമരം ചെയ്യുന്നുണ്ട്. അവര് ഞങ്ങൾ ഇനി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് അവർ കളക്റ്റീവ്ലി ആണ് തീരുമാനം എടുക്കുന്നത്. അവിടെ സമരമാണ് അവർ ചെയ്യുന്നത്, അവർ കളക്റ്റീവ് ഡെസിഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. കളക്ടിവിസത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ
പക്ഷെ അവരുടെ എല്ലാ കാര്യങ്ങളിലും കളക്റ്റീവ് ചിന്താഗതി തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇപ്പോ പറയുകയാണെങ്കിൽ തോമസ് ഓവലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചില ഗ്രൂപ്പിനെ അനോയിന്റഡ് എന്ന് പറഞ്ഞ് പുള്ളി മോശക്കാരാക്കുന്നുണ്ട്. അപ്പൊ കുറ്റം പറയാനായിട്ട് ഇവർക്ക് കളക്റ്റീവ് ചിന്താഗതി എടുക്കാം. നേരത്തെ എല്ലാ എല്ലാ അറബ്സിനെയും മോശക്കാരായിട്ട് പ്രിമിറ്റീവ് ആയിട്ടാണ് അതിനെ ചിത്രീകരിച്ചത്. അപ്പം കുറ്റം പറയാനായിട്ട് കളക്റ്റീവ് ചിന്താഗതി അവർ കൊണ്ടുവരുന്നുണ്ട്. കളക്ടിവിസം വേണ്ടാന്ന് അവർ പറയുമ്പോഴും ഒരു കളക്റ്റീവ്ലി ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ കളക്ടിവിസം ബാഡ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലിനെ മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നുള്ളത് ഒരു വിരോധാഭാസമാണ് അതിനകത്ത്. ഈ ഒപ്രസ്ഡ് ആൻഡ് ഒപ്രസർ എന്ന് പറയാതെ മേക്കേഴ്സ് ആൻഡ് ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ ആയിരിക്കും. അങ്ങനെ ഒപ്രസ്ഡ് ആൻഡ് ഒപ്രസർ എന്ന് പറഞ്ഞാൽ ശരിയല്ല. മേക്കേഴ്സ് ആൻഡ് ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ. മേക്കേഴ്സ് ആൻഡ് ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ശരി. അത് ഇത് പല രീതിയിൽ ഇവർ പറയുന്നുണ്ടെന്നുള്ള കേട്ടോ. അത് ഇപ്പോ പല ആൾക്കാർ, എനിക്കൊന്ന് ഓസ്ട്രിയൻ സ്കൂളിലെ ആൾക്കാർ സിമിലർ ആയിട്ടുള്ള കമന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അവസാനത്തെ ഒരു സംഗതി എന്താന്ന് വെച്ചാല്, ഇത് ജനാധിപത്യത്തെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഇത് രണ്ടും കൂടി കോമ്പാറ്റബിൾ അല്ല. ഫ്രീ മാർക്കറ്റ് ഐഡിയയും ഡെമോക്രസിയും കോമ്പാറ്റബിൾ അല്ല. പക്ഷെ അവരത് പരസ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഡെമോക്രസി കൊണ്ടുവരുന്നത്, ഒറ്റമൂലിയാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലി എന്നുള്ള രീതിയിൽ ഇത് പറയുമ്പോൾ ഡെമോക്രസി, വ്യക്തി സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഈ ലോബിയിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, അത് ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ലോബിയിങ് ഇസ് അലൗഡ് ഇൻ ഫ്രീ മാർക്കറ്റ്. ശരിക്കും ലോബിയിങ് എന്ന് പറഞ്ഞാൽ പൈസയും ഇൻഫ്ലുവൻസും ഉള്ള ആൾക്കാർ ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്രോണി ക്യാപിറ്റലിസത്തിന്റെ മറ്റൊരു പേരാണ് ലോബിയിങ്. അത് ക്രോണി ക്യാപിറ്റലിസം നമ്മൾ എതിരാണ്. നമ്മൾ ക്രോണി പറ്റില്ല, അത് വളരെ മോശമാണ്. പക്ഷെ ലോബിയിങ് ഒക്കെയാണ്. പക്ഷെ ലോബിയിങ് ഒക്കെയാണ്. പക്ഷെ ഇത് സെയിം സംഭവമാണ് നടക്കുന്നത്. കാരണം ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ പണ്ട് ഏതോ ഒരു സർക്കാരിന്റെ നീരാറാടിയ ടേപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു, അവിടെ ടാറ്റയോ ആരോ ഏതോ ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് കേന്ദ്രമന്ത്രിയാവാനുള്ള ആൾക്കാരെ സജസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി? അത്രത്തോളം ഇൻഫ്ലുവൻസ് ആണ് അവിടെ ഇവർക്ക്. പിന്നെ അതേപോലെ തന്നെ US കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാണ് പൈസയുടെ കളി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. പൈസ ഈ പെട്രോളിയം കമ്പനികളൊക്കെയാണ് പലരെയും ഫണ്ട് ചെയ്യുന്നത്. അവരതിന് പിന്നെ അതുപോലെ ഡിഫറെന്റ് ലോബിയിങ് ഗ്രൂപ്പ്, ഉദാഹരണത്തിന് ഇപ്പം ഗാസ യുദ്ധം നടക്കുന്നു. അപ്പൊ അവിടെ ലോബിയിങ് ഗ്രൂപ്പ്സ് ഉണ്ട്. ആ യുദ്ധം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ മരിക്കട്ടെ, കുഴപ്പമില്ല എന്ന് പറയുന്ന സയോണിസ്റ്റ് ലോബിയിങ് ഗ്രൂപ്പ്സ് അവിടെ വളരെ പ്രബലമാണ്. ഇതൊക്കെ അഴിമതിയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഫ്രീ മാർക്കറ്റിൽ അത് അലൗഡ് ആണ്. ഇതൊക്കെ ഓക്കെയാണ്. മനസ്സിലായല്ലോ? കാരണം പണം ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ പവറും അവിടെ കോൺസെൻട്രേറ്റഡ് ആകും. അതുകൊണ്ട് തന്നെ അവർക്ക് ഡെഫിനറ്റ്ലി ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അടിസ്ഥാന തത്വമാണ്. അത് കൃത്യമായി എല്ലായിടത്തും നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, പക്ഷെ എന്തോ ഒരു അസംഷൻ ഉണ്ട്, അതായത് ജനാധിപത്യം സ്ട്രോങ് ആയിട്ട് ഇതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാതെ നിൽക്കും എന്നൊക്കെ ഒരു അസംഷൻ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ജനാധിപത്യം സ്ട്രോങ് ആയി, ഇതൊക്കെ ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ്, ഫ്രീ മാർക്കറ്റിന്റെ പ്രശ്നമല്ല. ജനാധിപത്യത്തിന്റെ പ്രശ്നം, ജനാധിപത്യം നന്നായി കഴിഞ്ഞാൽ ഫ്രീ മാർക്കറ്റ് നന്നായിക്കിടും, അല്ലാതെ മാർക്കറ്റിന്റെ പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ആളുകൾ പറഞ്ഞത്. പക്ഷെ എനിക്ക് മനസ്സിലാവില്ല, കാരണം മാർക്കറ്റിന്റെ അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഇവർ ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ രീതിയിൽ അവരാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ്, മാർക്കറ്റിന്റെ പ്രശ്നമല്ലേ? മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അവസരം വരില്ല എന്ന പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് കുറയ്ക്കുകയല്ലേ ചെയ്യുക. എനിക്ക് മനസ്സിലാവാറില്ല ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മാർക്കറ്റിന്റെ പ്രശ്നമല്ല ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ്. പിന്നെ ഈ ഫ്രീ മാർക്കറ്റ് അഡ്വക്കേറ്റ്സിന്റെ പല ആൾക്കാരെ നോക്കിയാലും, ലുഡ്വിഗ് വാൻ മീസസ് ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ആളാണ്. അദ്ദേഹം പറഞ്ഞ യൂറോപ്പിനെ രക്ഷിച്ച ഫാസിസ് ആണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ക്ലാസിക്കൽ ലിബറലിസം പറഞ്ഞിരുന്ന ജോൺ ലോക്ക്, പിന്നെ ജോൺ സി കൽഹൂൺ, ഇങ്ങനെ ഇവരൊക്കെ തന്നെ ഇവര് ഒന്നെങ്കിൽ ഫാസിസം അല്ലെങ്കിൽ കൊളോണിയലിസം, ഈവൻ സ്ലേവറി വരെ ന്യായീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിക്റ്റേറ്റർഷിപ്പിനെയും ഇങ്ങനെയുള്ള കൊളോണിയലിസത്തിനെയും ന്യായീകരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയാൻ സാധിക്കുക? അല്ലെ? ഈ ഡിക്റ്റേറ്റർഷിപ്പിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇവരെങ്ങനെയാണ് വ്യക്തികൾക്കാണ് സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നത്? അതൊരു സെല്ലിംഗ് പോയിന്റ് ആണ്. ഞങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം ഓഫർ ചെയ്യുന്നു എന്ന്. ഇതിനെ വിപണനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ് ഈ വ്യക്തി സ്വാതന്ത്ര്യം. അപ്പൊ അതായിരുന്നു ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ചത്. അപ്പൊ നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവൻ കമ്മിയാണ് എന്നുള്ളൊരു സംഗതി വരും. അതെ ഞാൻ പറയാൻ വരുന്നത്, കമ്മ്യൂണിസം ഒളിച്ചു കടത്താനാണോ താങ്കൾ ശ്രമിക്കുന്നത്? സത്യം പറയൂ രാജേഷ്. വി ആർ കമ്മ്യൂണിസം ആണെങ്കിൽ ഞങ്ങൾക്കില്ല, ഞങ്ങൾ പോവുകയാണ്. അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളോട് നിന്റെ ഫുട് വർക്ക് ശരിയല്ല എന്ന് പറയുമ്പോൾ, എന്നാ ശരി പിന്നെന്താ നിങ്ങൾ പറഞ്ഞ ഞാൻ ഫുട്ബോൾ കളിക്കണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. നമ്മൾ ഇതിനകത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റം അല്ലെ ഫ്രീ മാർക്കറ്റ് വാദികളോട് ഇതിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് പറയുന്നത്. പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഉദാഹരണത്തിന്
ഇപ്പം നമുക്ക് ഈ എക്കണോമിസ്റ്റുകളെ മാത്രമേ ഈ ഫ്രീ മാർക്കറ്റ് വാദികൾ കണ്ടിട്ടുള്ളൂ. വേറെ എക്കണോമിസ്റ്റുകളൊന്നും ഇവർ കണ്ടിട്ടില്ല. അമർത്യ സെന്നെ ഇവർ കാണൂല, അല്ലെങ്കിൽ പിക്കറ്റിയെ ഇവർ കാണൂല. അതെന്താണ്? അവർ എക്കണോമിസ്റ്റുകളല്ലേ. ഈ തോമസ് ഓവലിനെ പോലെ അല്ല പിക്കറ്റി കൃത്യമായ ഡാറ്റയും എവിഡൻസും വെച്ചിട്ടാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ തോമസ് ഓവലിനെ നമ്മൾ കാണുക, നമ്മുടെ ബയസ് കൊണ്ടാണ്. ഫ്രീ മാർക്കറ്റ് വാദികൾക്ക് ബയസ് ഉള്ളത് കൊണ്ടാണ് ഈ ഡാറ്റ ഉപയോഗിക്കാത്ത, ക്ലൈമറ്റ് ചേഞ്ച് റിയൽ അല്ല എന്ന് പറയുന്ന സോവലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഈ തോമസ് പിക്കറ്റിയെ പോലുള്ള ആൾക്കാർ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, അവർ പറയുന്നത് ഫ്രീ മാർക്കറ്റിനെ ഇങ്ങനെ അൺറെഗുലേറ്റഡ് ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇനിക്വാളിറ്റി കൂടും. ഇനിക്വാളിറ്റി, സമ്പത്തുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വളരെയധികം വർദ്ധിക്കും. അപ്പോ ഇവർ ചോദിക്കുന്നത് അതിന് വർദ്ധിച്ചാൽ എന്താണ്, ദരിദ്രർക്കും കുറച്ച് പൈസ കിട്ടുന്നില്ല? അങ്ങനെയല്ല. അങ്ങനെയുള്ള അന്തരം ഉള്ള സ്ഥലങ്ങളിൽ ഡെഫിനറ്റ്ലി അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള അന്തരങ്ങളുള്ള സ്ഥലത്ത് ഒരു അവസര സമത്വം എന്ന ഇവർ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അതാണ് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ ആ എഡ്യൂക്കേഷന്റെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്നത്. അപ്പോ അങ്ങനെ ഉള്ള ഒരു സിസ്റ്റത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എല്ലാവർക്കും ലഭിക്കുന്നില്ല. അതൊരു നീതിപൂർവമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തോമസ് പിക്കറ്റി ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്തില്ലെങ്കിൽ ഇതൊരു അപകടകരമായ സ്ഥിതിയിലേക്ക് എത്തും. പവർ, മണി ഈസ് ഈക്വൽ ടു പവർ. അത് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺസെൻട്രേറ്റ് ചെയ്ത സ്ഥലത്തെ ആൾക്കാരായിരിക്കും റൂളിംഗ് ക്ലാസ്. അതങ്ങനെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അത് നീതിപൂർവമായ കാര്യമല്ല. അതിന് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ വേണം എന്നാണ് പിക്കറ്റിയെ പോലുള്ളവർ. പിന്നെ അമർത്യ സെൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, അത് GDP എന്നുള്ള സംഗതി നോക്കുമ്പോൾ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റും കൂടി നോക്കണം എന്നുള്ളത്. കാരണം ഒരു സ്ഥലത്ത് എത്ര സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമല്ല കാര്യം, അത് എത്രത്തോളം ആൾക്കാരെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നു, എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തുന്നു, ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി നോക്കണം എന്നുള്ള. അപ്പൊ ഇങ്ങനെയുള്ള എക്കണോമിസ്റ്റുകളെയും കൂടി പരിഗണിക്കണം വല്ലപ്പോഴും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ടൈം വെൻ സമ്മൺ സേസ് ഞങ്ങൾ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് വേണ്ടി നിലകൊള്ളുന്നു, വ്യക്തി സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വലിസം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ആരുടെ കോട്ടുകളാണ് എടുക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കണം. ആക്ച്വലി നമുക്ക് പറയാനുള്ളത് ഇൻഡിവിജ്വലിസം മോശമാണെങ്കിൽ എല്ലാം കളക്ടിവിസം ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. നമ്മുടെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇൻഡിവിജ്വലിസത്തിനായ സ്കോപ്പ് ഉണ്ട്. എല്ലാ സ്ഥലത്തും പോയി ഇൻഡിവിജ്വലിസം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ലൈക്ക് കളക്ടിവിസത്തിന് അതിൻ്റെതായ ഒരു സ്കോപ്പ് ഉണ്ട്, അതിൻ്റെതായ ചില ഏരിയാസ് ഉണ്ട്. അവിടെ കളക്ടിവിസമേ വർക്ക് ആവത്തുള്ളൂ. കളക്ടിവിസം വർക്ക് ആവുന്നിടത്ത് പോയി ഇൻഡിവിജ്വൽസ് അപ്ലൈ ചെയ്യായിരുന്നു, ഇൻഡിവിജ്വൽസ് അപ്ലൈ നടത്ത് പോയി കളക്ടീവ്സ് ആക്കുക. അതാണ് ചെയ്യുന്ന പ്രശ്നം. അതൊരു രണ്ടും ചെയ്യാതിരിക്കുക, കറക്റ്റ് യുക്തിപരമായിട്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഞാനിതിനകത്ത് പലപ്പോഴും കുട്ടികളുടെ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാമ്പിൾസ് പറഞ്ഞു. അങ്ങനെ നോക്കിയാൽ മതി, അത് വെച്ച് നോക്കിയാൽ മതി. കുട്ടികൾക്ക് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എഡ്യൂക്കേഷനിൽ കൊടുക്കണ്ടേ എന്നുള്ള ഒരു, പക്ഷെ ഇത് ഈ സിസ്റ്റത്തിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു ഡ്രോബാക്ക്. പിന്നെ ഇപ്പം ഇതുമുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു IT സിറ്റീസിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. IT ഹബ്സ് ആൻഡ് സ്മാർട്ട് സിറ്റീസ് എന്നുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ IT കമ്പനീസ്, ഇപ്പം ഗൂഗിൾ, ആമസോൺ, ആപ്പിൾ ഇങ്ങനെയുള്ള കമ്പനീസ് മാത്രമുള്ള ഒരു ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഏരിയയിൽ ഈ പ്രീമിയം എന്താ പറയുന്നത് ഫെസിലിറ്റീസ് ആയിരിക്കും എല്ലാം. കാരണം അവിടെ ഉള്ള ആളുകളുടെ ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇൻകമാണ്. ഇത്തരം കമ്പനീസിൽ നിന്ന് നല്ല ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സ്കൂളുകളെല്ലാം തന്നെ ലക്ഷങ്ങളാണ് മേടിക്കുന്നത്. അപ്പം എൻ്റെ ഒരു കൊലീഗിൻ്റെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുള്ളിയുടെ കുട്ടിക്ക് കൊടുക്കാൻ ഒരു 3 ലക്ഷം രൂപ നഴ്സറിയിൽ കൊടുക്കാൻ അഡ്മിഷന് 3 ലക്ഷം രൂപയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ആ 3 ലക്ഷം കൊടുത്തത് കൊണ്ട് പുള്ളിക്ക് ഓൺ സൈറ്റ് അമേരിക്കയിൽ പോകാൻ പറ്റത്തില്ല. അമേരിക്കയെ കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം കുട്ടിയെ കൊണ്ടുപോകണമെങ്കിൽ 3 ലക്ഷം രൂപ കൊടുത്തത് വേസ്റ്റാവും. അപ്പം നഴ്സറിക്കാണ് കേട്ടോ 3 ലക്ഷം രൂപ. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ ആ കുട്ടിക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ്, ആ കുട്ടിക്ക് 3 ലക്ഷം രൂപയുടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും ഫെസിലിറ്റീസും എന്തുമായിരിക്കും കമ്പയർ ദാറ്റ് ടു അതർ പേഴ്സൺ. അയാൾ ഗവൺമെൻറ് സ്കൂളിലും ഗവൺമെൻറ് കോളേജുകളിലായിരിക്കും പോകുന്നത്. അയാൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തായിരിക്കും? അതിലൊരു കൃത്യമായ ഇനീക്വാലിറ്റി ഉണ്ട്. അത് ആ കുട്ടിയുടെ കഴിവുകേട് കൊണ്ടൊന്നും അല്ല കിട്ടുന്നത്. നിങ്ങൾക്ക് ആ കുട്ടി എന്തോ ചെയ്തിട്ടോ ചെയ്യാതിരുന്നിട്ടോ ഒന്നും അല്ല. ഇത് നമ്മുടെ സിസ്റ്റം ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഓരോരോ ഫിലോസഫി എടുത്ത് പറയുകയാണ്. അത്രേ ഉള്ളൂ. അതെ, അത് പ്രതീക്ഷ എടുത്തു പറഞ്ഞാൽ നന്നായി. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഈ ഇൻഡിവിജ്വലിസത്തിനെതിരെയല്ല സംസാരിക്കുന്നത്. നമ്മൾ പറയുന്നത് സാമൂഹിക നീതിയെ ബാധിക്കുന്ന തരത്തിൽ ഇത് പറയരുതെന്നാണ് പറയുന്നത്. കാരണം അയൺ റാൻഡ് ഇൻഡിവിജ്വലിസ്റ്റ് സ്മോളസ്റ്റ് മൈനോറിറ്റി എന്ന് പറഞ്ഞത് റേസിസം ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സാമൂഹിക നീതി വേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അങ്ങനെ ചെയ്യരുതെന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഡിവിജ്വലിന്റെ ഫ്രീഡം,
തീർച്ചയായിട്ടും വേണം. ഇൻഡിവിജ്വലിന്റെ ഫ്രീഡവും റൈറ്റ്സും തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം. പക്ഷെ അത് നമ്മൾ അതിന്റെ അർത്ഥം നമ്മൾ സാമൂഹിക നീതി വേണ്ട എന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന്റെ പ്രോബ്ലംസ് നമ്മൾ പരിഹരിക്കണ്ട എന്നുള്ളതല്ല. കാരണം ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന വ്യക്തി ഈസ് അഫക്റ്റഡ് ബൈ ഈ ഗ്രൂപ്പ് ഡൈനാമിക്സ് അവനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോ ഒരു പ്രത്യേക ഗ്രൂപ്പിലുള്ള ആളാണെങ്കിൽ എന്നെ ആ ഗ്രൂപ്പ് കണ്ടീഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന രീതിയിൽ പെരുമാറണം. അതുപോലെ തന്നെ ഈ ഇൻട്രാ ഗ്രൂപ്പ് ആൻഡ് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസ് അത് ആ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട് ഇതൊക്കെ. ഇൻഡിവിജ്വലിസം പറയുമ്പോഴും നമ്മൾ പറയുന്നത് ഈ ഗ്രൂപ്പ് ഡൈനാമിക്സും പ്രസക്തമാണ് എന്നുള്ളതാണ്. ഇപ്പം കളക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളെ വാക്സിനേഷൻ, മാസ്ക് ഇടുന്നതൊക്കെ കോവിഡ് വന്നപ്പോൾ അത് കളക്റ്റീവായി നമ്മൾ എടുക്കേണ്ട ഡെസിഷൻ. അല്ലെ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ കളക്റ്റീവായി ഒരു രാജ്യം മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഇതൊക്കെ കളക്റ്റീവായിട്ട് ചെയ്യേണ്ട, അല്ലാതെ ഇൻഡിവിജ്വലിന്റെ ഒരു വ്യൂ പോയിന്റിലൂടെ ഇത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല. അപ്പൊ ഇൻഡിവിജ്വൽ ഇസ് ഇമ്പോർട്ടന്റ്, സോ ഇസ് കളക്റ്റീവ് എന്നുള്ളതാണ്. അതിന്റെ ഡൊമൈൻസ് ഉണ്ട്, ആ ഡൊമൈൻ നോക്കി വേണം ചെയ്യാനെന്നുള്ളതാണ്. അല്ലാതെ ഇൻഡിവിജ്വലിസം പറഞ്ഞിട്ട് സോഷ്യൽ ജസ്റ്റിസ് ശരിയല്ല എന്ന് വാദിക്കുന്നതിന് വളരെ തെറ്റായ ഒരു ആർഗ്യുമെന്റ് ആണ്. അതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. താങ്ക് യു. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ.